നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പാലക്കാട് ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 600 കടന്നു. ഇതുവരെ 616 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 416 പേർ രോഗമുക്തി നേടി. 188 പേർ ചികിത്സയിലുണ്ട്. പാലക്കാട് ജില്ലക്കാരായ 10 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 5 പേർ എറണാകുളത്തും 2 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒരാൾ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ്. ജില്ലയിൽ സമ്പർക്കം വഴി 54 പേർക്കാണ് രോഗം ബാധിച്ചത്. ജില്ലയിൽ രോഗബാധിതരായ 562 പേരിൽ വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലാ അതിർത്തിയായ കൊച്ചിൻ പാലത്തിന് സമീപവും പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും പഞ്ചായത്തിലും പരിശോധനാ നടപടികൾ ശക്തമാക്കുമെന്ന് ചെറുതുരുത്തി സിഐ ഷാജി സിഎൽ പറഞ്ഞു. പൊതുയിടങ്ങളിൽ കൂട്ടമായി നിന്ന് സംസാരിക്കാൻ അനുവദിക്കില്ല. ഇരുചക്രവാഹനങ്ങളിലോ മറ്റ് വാഹനങ്ങളിലോ കറങ്ങി നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഈടാക്കും. വിവിധ പാർട്ടികൾ നടത്തുന്ന സമരത്തിന് മുൻകൂട്ടി അനുവാദം വാങ്ങണം. 10 പേരിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്താൽ ഇവർക്കെതിരെ കേസെടുക്കുമെന്നും സിഐ പറഞ്ഞു. അനാവശ്യമായിട്ട് പുറത്തിറങ്ങാൻ തന്നെ കൃത്യമായിട്ടും ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് വേണം പുറത്തിറങ്ങാൻ വേണ്ടി. ഒരിക്കലും അത് വൈലേറ്റ് ചെയ്താലാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള ചിന്താഗതിയില്ലാതെ അത് നമ്മുടേതായ ഒരു ആവശ്യമായി കണ്ട് ആ രീതിയിൽ പുറത്തിറങ്ങി സമൂഹത്തിനോടും ജനങ്ങളോടും ഒരു പ്രതിബദ്ധത പൊതുജനങ്ങൾ പാലിക്കണമെന്നാണ് ഈ സമയത്ത്. പാലക്കാട് ജില്ലാ പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധനയിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പാക്കുന്ന മുഴുവൻ പദ്ധതികളെക്കുറിച്ചും സമഗ്രമായ ഉന്നതതല അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തൃത്തോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഓഡിറ്റിന് വിധേയമാക്കിയ ഒരൊറ്റ സാമ്പത്തിക വർഷത്തിൽ തന്നെ കോടിയിലേറെ രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. കോവിഡിന്റെ മറവിൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് വെള്ളപൂശാനുള്ള ശ്രമങ്ങളെ യൂത്ത് കോൺഗ്രസ് ശക്തമായി പ്രതിരോധിക്കും. യഥാർത്ഥത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാതെ ബ്ലോക്ക് ഇൻഫർമേഷൻ സെന്ററിന്റെ പേരിൽ 45 ലക്ഷം രൂപ തട്ടിയെടുത്തതുൾപ്പെടെ ഓഡിറ്റോറിയത്തിന്റെയും ബ്ലോക്ക് ഓഫീസിന്റെയും നവീകരണത്തിന്റെ പേരിൽ ദശലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടന്നതായാണ് സംസ്ഥാന ഗ്രാമവികസന വകുപ്പ് കമ്മീഷണർക്ക് സമർപ്പിക്കപ്പെട്ട പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. മുൻവർഷങ്ങളിലും ഇത്തരം നിർമ്മാണങ്ങൾക്ക് പണം അനുവദിച്ചതിൽ വ്യാപക ക്രമക്കേട് നടന്നതായുള്ള റിപ്പോർട്ടിലെ കണ്ടെത്തൽ അതീവ ഗൌരവ സ്വഭാവമുള്ളതാണ്. മ്യൂസിയം പദ്ധതിയിലും വായനാഗ്രാമം പദ്ധതിയിലും വായനശാലകൾക്ക് പുസ്തകം വാങ്ങിയ പദ്ധതിയിലും വികസന പ്രവർത്തനങ്ങളുടെ ഡിജിറ്റലൈസേഷൻ പദ്ധതിയിലും 4 കൂട്ടം പദ്ധതിയിലും ഉൾപ്പെടെ ഏറെക്കുറെ പദ്ധതികളിലെല്ലാം ക്രമക്കേട് നടന്നതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. പ്രതിഷേധ മാർച്ച് KPCC നിർവാഹക സമിതി അംഗം CT സെയ്തലവി ഉദ്ഘാടനം ചെയ്തു. സമൂഹ അടുക്കള വലിയ വാചാലമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സമൂഹ അടുക്കളയിൽ പോലും കമ്മ്യൂണിറ്റി കിച്ചണിൽ പോലും കൈയിട്ട് വാരി അവിടെ പാവങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, ഫണ്ട്, അരി ഒക്കെ മോഷ്ടിച്ച സംഭവം നമ്മുടെ നിരവധി പഞ്ചായത്തുകളിലുണ്ട്. അതേപോലെ കഴിഞ്ഞ വെള്ളപ്പൊക്കം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ നടുക്കിയ ആ വലിയ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളിൽ രാജ്യത്ത് ഒരുപാട് ആളുകൾ സഹായിച്ചു, ഒരുപാട് ആളുകൾ ഫണ്ട് കൊടുത്തു. ആ ഫണ്ടുകളൊക്കെ മാർച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MP ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജസീർ മുണ്ടറോട്ട്, DCC ജനറൽ സെക്രട്ടറി മാധവദാസ്, KSU മലപ്പുറം ജില്ലാ സെക്രട്ടറി KP ലിജിത്ത്, M മുരളി തൃത്താല, റെനിൻ, VT വിഷ്ണു, ജയകൃഷ്ണൻ, മുജീബ്, ജമാൽ, കുഞ്ഞുമുഹമ്മദ്, മാനു, സിറാജ്, TP മണികണ്ഠൻ, റഷീദ് കൊഴിക്കര, ബൈജു, ശ്രീജിത്ത്, റിയാസ് കല്ലൻ, നാസർ കപൂർ, നഫ്സൽ, പ്രകാശൻ, സിദ്ദിഖ് എന്നിവർ പ്രസംഗിച്ചു. CCTV ന്യൂസ് തൃത്താല. കൊപ്പം ചെർപ്പുളശ്ശേരി പാതയിലെ വണ്ടുന്തര ഭാഗത്ത് സംരക്ഷണ ഭിത്തികളില്ലാത്തത് അപകടത്തിനിടയാക്കുന്നു. ദിനംപ്രതി നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ജൂലൈയിലാണ് ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് കൊപ്പം പേങ്ങാട്ടിരി പാതയിലെ വണ്ടുന്തറയിൽ 2 യുവാക്കൾ മരിച്ചത്. വണ്ടുന്തറ പാടത്ത് വെച്ചായിരുന്നു അപകടം. അന്ന് തന്നെ പാടത്തിനോട് ചേർന്ന് റോഡിന്റെ ഇരുവശത്തും സംരക്ഷണ ഭിത്തികൾ ഇല്ലാത്ത വിഷയം നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പാതയുടെ ഒരു വശത്ത് ഇടവിട്ട് സംരക്ഷണ ഭിത്തി ഉണ്ടെങ്കിലും ഇത് ഉപകാരപ്രദമല്ലെന്നാണ് ആക്ഷേപം. അന്ന് ബസ്സിടിച്ച് തകർത്ത സംരക്ഷണ ഭിത്തി ഇന്നും അതുപോലെ കിടക്കുകയാണ്. അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗം N ഗോപകുമാർ പറഞ്ഞു. ഇവിടെ നിരന്തരം റോഡ് അപകടങ്ങൾ കൂടിക്കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ്. കഴിഞ്ഞ 1 വർഷം മുന്നേ ഇവിടെ ഒരു സ്കൂട്ടറും ബസ്സും കൂട്ടിയിടിച്ച് ഈ പ്രദേശത്തെ 2 ചെറുപ്പക്കാരായ പയ്യന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. പ്രധാന കാരണം ഈ റോഡിൻ്റെ 2 സൈഡിലും സൈഡ് ഭിത്തികളില്ലാത്തതും ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വാഹനം വന്നാൽ
മറ്റു വാഹനത്തിന് പോകാനടക്കം ഇവിടെ സ്ഥലമില്ലാത്തൊരു പ്രശ്നമുണ്ട്. സൈഡ് ഭിത്തി ഇല്ലാത്ത ഒരു വിഷയമാണ് പ്രധാനമായിട്ടും ഇവിടെ നിലനിൽക്കുന്നത്. താഴെ പാടം, അത് നല്ല കുണ്ടുള്ള പാടമാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് അന്ന് ആക്സിഡൻ്റ് ഉണ്ടായതും. ആ ആക്സിഡൻ്റ് അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്കും പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോഴും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പൊതുമരാമത്ത് വകുപ്പിനും പിന്നെ കലക്ടർക്കടക്കം പല പരാതികൾ കൊടുത്തിട്ടും ഇതുവരെയായിട്ട് പരാതി പരിഹരിച്ചിട്ടില്ല. ഇപ്പോഴും ഇവിടെ വാഹനാപകടങ്ങൾ നിത്യേന സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾ അടിയന്തരമായിട്ട് പരിഹാരം ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അത് ചെയ്യേണ്ടത് 100% PWD വകുപ്പ് തന്നെയാണ്. പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ പഞ്ചായത്തിന് ചെയ്യാമായിരുന്നു. ഇത് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അത് അടിയന്തരമായി ശ്രദ്ധയിൽ ഉൾക്കൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. പാതയിലെ വണ്ണുതറ മുതൽ വണ്ണുതറ പള്ളി വരെ റോഡിന് ഇരുവശത്തും ഇതുതന്നെയാണ് സ്ഥിതി. റോഡിനോട് ചേർന്ന് വാട്ടർ അതോറിറ്റി പൈപ്പിടുവാൻ ചാൽക്കീറിയത് വേണ്ട വിധത്തിൽ മൂടാത്തതും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട്. പാടത്തിനോട് ചേർന്ന് റോഡിന്റെ വീതികവും യാത്രക്കാർക്ക് ദുരിതമാണ്. 2 വലിയ വാഹനങ്ങൾക്ക് വശം കൊടുക്കുവാൻ വലിയ ബുദ്ധിമുട്ട് തന്നെ ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. റോഡിൽ നിന്നും വാഹനങ്ങൾ ഇറക്കിയാൽ അപകടം സംഭവിക്കുന്ന അവസ്ഥയുമാണ്. കഴിഞ്ഞ വർഷമുണ്ടായ അപകടം ഈ രൂപത്തിൽ തന്നെയാണ് സംഭവിച്ചത്. വീണ്ടും ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഷൊർണൂർ ചെറുതുരുത്തി റോട്ടറി ക്ലബ്ബ് COVID-19 പ്രതിരോധവുമായി ബന്ധപ്പെട്ട് മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ, പോലീസ്, മാധ്യമ മേഖലയിലുള്ളവരെ മധുരം നൽകി ആദരിച്ചു. പ്രമുഖ അന്താരാഷ്ട്ര മിഠായി നിർമ്മാതാക്കളായ മാർസ് കമ്പനി ഇന്ത്യ മുഴുവനായി നടപ്പിലാക്കിയ പ്രോജക്റ്റുമായി സഹകരിച്ചുകൊണ്ടാണ് റോട്ടറി ക്ലബ്ബ് ഷൊർണൂർ ചെറുതുരുത്തി മേഖലകളിൽ പദ്ധതി നടപ്പിലാക്കിയത്. ചെറുതുരുത്തി CI ഷൈജു ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ റോട്ടറി പ്രസിഡന്റ് രവികുമാർ ചേയിക്കൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ കേന്ദ്രം ഡോക്ടർ R. ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി, ഗീത എബ്രഹാം, അഡ്വക്കേറ്റ് അനിൽരാജ് തുടങ്ങിയവർ സംസാരിച്ചു. COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സംവിധാനമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ള ഈ വിതരണം. ഇത് ബേബി മറൈൻ സീ ഫുഡ്സ് തന്നെയാണ് കേരളത്തിലെ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എറണാകുളത്ത് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തിയത് IG വിജയസാക്കറാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്തും ഇത് സ്വീകരിക്കുകയുണ്ടായി. പല സംഘടനക്കാർക്കും ഇതൊരു ഉപദേശമായിട്ടാണ് നൽകുന്നത് എനിക്കാണ് തോന്നുന്നത്. കാരണം എന്താ പറയുക, ഇവരിപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരാണ് 24 hours യാതൊരു രാവില്ല പകലില്ലാതെ വേണ്ടിയിട്ട് COVID-19 ഭാഗമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ കാണാം. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചെറുതുരുത്തിയിൽ ബന്ധുക്കൾ വാടക വീട്ടിൽ ഉപേക്ഷിച്ചു പോയ അമ്മയെയും അംഗപരിമിതനായ മകനെയും വൃദ്ധസദനത്തിലേക്ക് മാറ്റി. അമ്മയ്ക്ക് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൂടിയതും തുടർച്ചയായി ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യത്തെയും തുടർന്നാണ് ഇവരെ ചേലക്കര ഗായത്രി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വൃദ്ധസദനത്തിലേക്ക് മാറ്റിയത്. ചെറുതുരുത്തി CI ഷാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലം MLA UR പ്രദീപ്, വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ലേഖയുടെയും നേതൃത്വത്തിൽ ഇവരുടെ മകളും മകനുമായി സംസാരിച്ചെങ്കിലും അമ്മയെയും സഹോദരനെയും ഏറ്റെടുക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. തുടർന്ന് 250 രൂപ ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു സ്ത്രീയെ ഇവരുടെ കാര്യങ്ങൾ നോക്കാനായി ചുമതലപ്പെടുത്തിയിരുന്നു. അതേസമയം 90 വയസ്സുള്ള ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനെ തുടർന്ന് കളക്ടർ, MLA എന്നിവർ ഇടപെട്ടാണ് അമ്മയെയും മകനെയും അനാഥ മന്ദിരത്തിലേക്ക് മാറ്റിയത്. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് അംഗം KR ഗിരീഷ്, ചെറുതുരുത്തി പോലീസ് സംഘം, നാട്ടുകാർ എന്നിവരും ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായി ചെറുതുരുത്തിയിൽ ഒരു വാടക വീട് താമസിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് സാമൂഹ്യനീതി വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെയും MLA യുടെയും
നിർദ്ദേശപ്രകാരം നമ്മൾ ഗായത്രി ചാരിറ്റബിൾ ട്രസ്റ്റ് അമ്മവീട് വൃദ്ധസ്ഥാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ പല ട്രസ്റ്റുകളും വന്നു, അവരാരും അതിന് വില്ലിങ് ആയില്ല. പിന്നെ കളക്ടറുടെ പ്രത്യേക ഓർഡർ ഇന്ന് 2 മണിക്ക് ഉണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ഗായത്രി ചാരിറ്റബിൾ ട്രസ്റ്റ് അമ്മവീട് വൃദ്ധസാധനം അവർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. കാർഷിക മേഖലയിൽ വിപ്ലവം തീർക്കുകയാണ് +2 വിദ്യാർത്ഥിയായ പട്ടാമ്പി കോഴിക്കോട്ടിരി സ്വദേശി ആനന്ദ്. +2 റിസൾട്ട് വരാനിരിക്കുന്നതിന്റെ ആകാംക്ഷയോ ആശങ്കയോ ഒന്നുമല്ല പട്ടാമ്പി കോഴിക്കോട്ടിരി പാക്കത്തുള്ളിൽ ആനന്ദിന്റെ ഇപ്പോഴത്തെ ചിന്ത. 1ാം വിള നെൽകൃഷി ഇറക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ +2 കാരൻ. ഇതിനായുള്ള നടീൽ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ് ആനന്ദിന്റെ ഇനിയുള്ള ദിനങ്ങൾ. 1.5 വർഷം മുമ്പ് അച്ഛൻ മണികണ്ഠന്റെ മരണം ആനന്ദിനെ ഒരു തികഞ്ഞ കർഷകനാക്കി മാറ്റി. കർഷകനായ അച്ഛന്റെ പാത പിന്തുടരാൻ തന്നെ ആനന്ദും തീരുമാനിക്കുകയായിരുന്നു. 6.5 ഏക്കറിൽ നെൽകൃഷിയും 3.5 ഏക്കറിൽ വാഴയും തെങ്ങും ആനന്ദ് ഇന്ന് കൃഷി ചെയ്യുന്നുണ്ട്. തീർന്നില്ല, വീട്ടിലെ ഫാമിലെ 26 പശുക്കളിൽ നിന്നും പ്രതിദിനം 150 ലിറ്റർ പാലും ഉൽപ്പാദിപ്പിക്കുന്നു ഈ +2 കാരൻ. 26 പശുക്കളാണ് വീട്ടിലെ ഫാമിലുള്ളത്. ഇതിനു പുറമെ കോഴിയും മത്സ്യകൃഷിയും വേറെയുമുണ്ട്. അച്ഛനുണ്ടായിരുന്നപ്പോൾ 2ാം വിള എടുത്തിരുന്ന പാടത്ത് ഇത്തവണ 1ാം വിള ഇറക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ആനന്ദ്. താല്പര്യമാണ്, ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളതാണ്. പശുക്കളൊക്കെ ഉള്ള ഇവിടെ തന്നെയായിരുന്നു ചെറുപ്പം മുതൽ. അച്ഛൻ മരിച്ചൊക്കെയാണ് ഇതിലും സജീവമായി. 2 വർഷത്തോളം സജീവമാണ് ഈ ഫീൽഡിൽ. കുഴപ്പമില്ലാതെ പോകുന്നത്. കൃഷിയുണ്ട്, നമുക്ക് വൈക്കോൽ ആവശ്യമുള്ളതിനാൽ നെൽകൃഷി നമ്മൾ ഒരു 6 ഏക്കർ നെൽകൃഷി ചെയ്യുന്നുണ്ട്. വേറെ ഇപ്പോൾ പച്ചക്കറി കൃഷി ഇപ്പോൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നിർത്തി വെച്ചിട്ടാണ്. നെൽകൃഷി ചെയ്യുമ്പോൾ ലാഭം തന്നെ, കുഴപ്പമില്ല. പശുക്കളിപ്പോൾ നമുക്കൊരു 26 പശുക്കളുണ്ടായി. 10 എണ്ണം കറവ, 10 എണ്ണം ചേന, 6 കിടാരികൾ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക്. ഇതിലൊരു 140-145 ലിറ്റർ പാല് പോകുന്നുണ്ട്. ഇനി നമുക്കൊരു 20 സെൻറ്റ് അത്ര കുളമുണ്ട്. ഇതിലിപ്പോൾ ഒരു മത്സ്യങ്ങളിൽ കട്ട്ലേനെ കൊണ്ടുപോയി, കട്ട്ല രോഹിനെ കൊണ്ടുപോയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ കുതുക്കിനെ പെട്ടത്. ആനന്ദിന്റെ കൃഷിയിടങ്ങളിൽ ഇല്ലാത്ത വിളകളില്ല. വീടിനോട് ചേർന്നുള്ള കുളത്തിൽ മത്സ്യകൃഷിയും ചെയ്യുന്നു. ഫാമിലെ പശുക്കൾക്കുള്ള തീറ്റപ്പുല്ലും ആനന്ദിന്റെ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൃഷിയിലും ഫാമിലുമായി സഹായിക്കുവാനും കുറച്ചുപേർ ആനന്ദിനൊപ്പമുണ്ട്. അമ്മയും സഹോദരിമാരും അടങ്ങുന്നതാണ് ആനന്ദിന്റെ കുടുംബം. പെരുമടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം +2 പൂർത്തിയാക്കിയിരിക്കുകയാണ്. പഠനത്തോടൊപ്പം കൃഷിയും കൂടെ കൊണ്ടുപോകുകയാണ് ആനന്ദിന്റെ ആഗ്രഹം. കാർഷിക മേഖലയിൽ ജൈത്രയാത്ര തുടരുവാനുള്ള ശ്രമം ആനന്ദ് തുടരുകയാണ്. പരുതൂർ പള്ളിപ്പുറം റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഉപേക്ഷിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. VT ബൽറാം MLAയുടെ പരിശ്രമ ഫലമായി കൊണ്ടുവന്ന പദ്ധതി ചില തൽപര കക്ഷികളുടെ രാഷ്ട്രീയ അതിപ്രസരത്തിന്റെ ഭാഗമായാണ് നടപ്പാക്കാൻ അനുവദിക്കാത്തതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AK ഷാനിബ് ഉദ്ഘാടനം ചെയ്തു. സനോജ് കണ്ടലായിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സബാഹ്, സാംസ്കാരിക സാഹിതി ചെയർമാൻ രാംദാസ് പരുതൂർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ഇജാസ് പരുതൂർ, അബി എടമന, ഉണ്ണികൃഷ്ണൻ, വിമൽ, ഇജാസ്, അഡ്വക്കേറ്റ് ജസീൽ, അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. നാടിന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ച് മുന്നോട്ട് പോകേണ്ട സമയത്ത് അതിനെ തച്ചു തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് പഞ്ചായത്ത് ഭരണസമിതിയായാലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായാലും ധനകാര്യ വകുപ്പ് മന്ത്രിയായാലും പിണറായി വിജയനാണ് ആയാലും അവർക്ക് നേരെ വിരൽ ചൂണ്ടി ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ഉറക്കെ ശബ്ദമുയർത്തുക തന്നെ ചെയ്യുമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ടാണ് ഈ സമരത്തിന് 10 പേരടങ്ങുന്ന സമരഭടന്മാർ മാത്രമാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 15ാം വാർഡ് കമ്മിറ്റി ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ കമ്മിറ്റി ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ചടങ്ങിൽ 15ാം വാർഡിൽ നിന്നും SSLC പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. നാടമുറിച്ച് തോപ്പിൽ ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. SSLC വിദ്യാർത്ഥികളുടെ അനുമോദന ചടങ്ങും കോൺഗ്രസിലേക്ക് കടന്നുവന്നവർക്കുള്ള സ്വീകരണ ചടങ്ങും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K പ്രേമൻ നിർവഹിച്ചു. വാർഡ് പ്രസിഡന്റ് വിപിൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് M മഞ്ജുള, സുനിൽ കറ്റുവട്ടൂർ, മഹേഷ് വെളുത്തേടത്ത്, രാജൻ ചങ്കരത്ത്, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഇനി നവമാധ്യമ കാഴ്ച. ബുദ്ധിയുടെ കാര്യത്തിൽ ശ്വാനന്മാർ പുലിക്കുട്ടികളാണ്. വിവേകത്തിന്റെ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെ. ചോറ് കൊടുക്കുന്നവരോട് നന്ദി കാണിക്കുന്ന ഇക്കൂട്ടർ കണക്കിലും ഒട്ടും പിന്നിലല്ല. ചാലിശ്ശേരിയിൽ നിന്ന് സണ്ണി നൽകിയ ദൃശ്യം. ഇതോടെ നെളിവർ വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.